പിടിച്ച വഴിയാണെങ്കിലും വീടും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും റോഡ് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി സ്റ്റഡൊക്കെ വെച്ച് ലൈനൊക്കെ വരഞ്ഞ റോഡാണ്. പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകാണ്. കർണാടകയിലൊക്കെ നല്ല മഴയാണ് കേട്ടോ. സീസൺ പുഴയാണ്. ഇവിടുത്തെ എല്ലാ റോഡുകളും നല്ല അടിപൊളി റോഡാണ്. പക്ഷെങ്കിൽ ഈ റോഡിന് കുറച്ച് വീതി കുറവാണ് കേട്ടോ. എന്തായാലും തൊട്ടടുത്തായിട്ട് ഇരു സൈഡിലും മൊത്തം കാടാണ്. അപ്പം മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നമ്മുടെ റോഡ് അടിപൊളിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പണിയില്ല കേട്ടോ. ഇന്ന് ഒന്ന് നാട്ടിൽ പോകണം, അതുപോലെ തന്നെ ഇന്ന് തിരിച്ചു വരണം. എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നാട്ടിലൊക്കെ എത്തിയിട്ട് കാണാം. നമ്മളെന്തായാലും ഇത് മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ തന്നെ 7 മണീൻ്റെ ട്രെയിൻ കയറി വടകരയിലേക്ക് പോകണം. ബാ. അപ്പോൾ നമ്മൾ മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം മഴക്കോളുണ്ട് കേട്ടോ. ട്രെയിൻ വന്നില്ല, ട്രെയിൻ ഇപ്പോൾ വരും. അതിനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ വിഷ്ണുവും ഉണ്ട്. എന്തല്ല അപ്പോൾ നമ്മൾ നേരെ ഏകദേശം ഒരു 10 മണി 11 മണിയാവും നാട്ടിലെത്താൻ. അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ടും വരണം. അപ്പോൾ നമ്മുടെ ട്രെയിൻ മംഗലാപുരത്ത് നിന്ന് എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ മഞ്ചേശ്വരം. അതായത് കേരളത്തിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അങ്ങനെ ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലൊരു സീറ്റൊക്കെ കിട്ടി. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെല്ലാം പരിപാടി നല്ലൊരു കൃത്യമായിട്ടുള്ള പ്ലാൻ ആയിട്ടില്ല. വടകരയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3 മണിൻ്റെ ട്രെയിന് തിരിച്ചു കയറണം. എല്ലാം നടക്കുമോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ദൂരെ നിന്നതേ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ട്രെയിൻ എത്തിയിട്ടുണ്ട്. A6 കേട്ടോ നമുക്ക് കയറേണ്ടത്. ഇത് X10. അങ്ങനെ ഡോറ് വന്ന കാര്യമുണ്ട്. ഓ, ട്രെയിനൊക്കെ മൊത്തം കാലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. കാര്യമായി തിരക്കൊന്നുമില്ല കേട്ടോ. കാരണം മംഗലാപുരത്ത് നിന്ന് എടുത്ത് ഫസ്റ്റ് സ്റ്റോപ്പ് മഞ്ചേശ്വരമാണ്. അതുകൊണ്ടാണ് കാര്യമായ തിരക്കൊന്നുമില്ലാത്തത്. നമ്മുടെ വീട്ടിൽ സീറ്റൊക്കെ പിടിച്ചവിടെ ഇരിപ്പുണ്ട്. ഞാൻ ജസ്റ്റ് മുഖം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് കണ്ണാടിൻ്റെ അടുത്ത് വന്നതാണ്. പുറത്തൊക്കെ നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ട്രെയിനിൻ്റെ ജനവാതിലൂടെ നോക്കിയാൽ ഇത് നല്ല കടൽ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോവാം. ഓ, ഇന്ന് കാര്യമായ മഴയൊന്നും പെയ്തില്ല. കാരണം പുഴയൊക്കെ വലിയ രീതിയിൽ കലങ്ങിയില്ല. ഇവിടെ ഒന്നും ആളില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതേ വളഞ്ഞു പോകുന്നൊരു മനോഹരമായ കാഴ്ചയാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ട്രെയിനിൽ പോകുന്ന കാഴ്ചകളൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണ്. ഇവിടേക്ക് നോക്കി അടിപൊളി ഒരു വയലൊക്കെ കാണാം. തൊട്ടപ്പുറത്തായിട്ട് കടലാണ് കേട്ടോ. നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഓരോരോ തിരക്കുകളിൽ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങനെ വെച്ച് വെടിക്കുകയാണ് നാട്ടിലേക്ക്. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇവിടുന്ന് സിനിമ കണ്ട് ഫോണിലെ ചാർജൊക്കെ തീർന്നു. അപ്പോൾ ചാർജ് ചെയ്തുകൊണ്ട് സിനിമ കാണുകയാണ് കേട്ടോ. അതേപോലെ ഇത് ഇവിടെ ഒന്നും ആളില്ല. നമ്മളും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോവാണ്. പുറത്തിപ്പോൾ വലിയ രീതിയിലുള്ള കാഴ്ചയൊന്നുമില്ല.
രാവിലത്തെ തന്നെയുള്ള കാഴ്ചകളൊക്കെ. ഇവിടെയൊക്കെ മൊത്തം വെള്ളക്കെട്ടാണ് കേട്ടോ. അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു പച്ചപ്പായിട്ടുള്ളൊരു പ്രകൃതിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്തിന് ഇന്ന് രാവിലെ മഴയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ വിഷ്ണു ലോട്ടറി എടുക്കുകയാണ്. ഈ ചേട്ടനാണ് കേട്ടോ ലോട്ടറി എടുത്ത് വന്നത്. എത്ര എടുത്ത്? ഒന്നെനക്കും എടുത്തോ? ഒന്നും ഞാൻ എടുത്തു. പൈസ ഉണ്ടായില്ല, എന്നാ കൂട്ടിയാൽ കൊടുത്ത്. അപ്പം നമ്മളും ഒരു ലോട്ടറി എടുത്തിട്ടുണ്ട്. 1 കോടിയൊക്കെ ഉണ്ട്. അപ്പം അടിച്ചാൽ ലക്കി വസീലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ലോട്ടറി ഒക്കെ എടുത്തു. അതിൻ്റെ ഒരു പ്രതീക്ഷയാണ്. അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിന് തിരിച്ച് കയറാതെ നിൽക്കാം, നാട്ടിൽ തന്നെ ഇരിക്കാം. അപ്പം അതാണ് പ്രതീക്ഷകളെല്ലാം വഴിവെക്കട്ടെ എന്ന് വിചാരിക്കുന്നു. 1 സമ്മാനം 1 കോടിയാണ് കേട്ടോ. വിഷ്ണുദേ അതിൻ്റെ സന്തോഷത്തിലാണ്. ഉറപ്പാ? 2 ലോട്ടറി പടപടാന്ന് എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ലോട്ടറി നമ്മൾ എടുത്തിട്ടുണ്ട്. ഭാഗ്യം ആരെ തുണക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഏതോ സ്റ്റേഷനിൽ എത്തിയിട്ട് നീലേശ്വരത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ട്രെയിനിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ തന്നെ ഓരോരുത്തർ ഓരോരോ തിരക്കിലാണ്. ഇതേ ബസ്സൊക്കെ പോകുന്ന കണ്ടോ? ആ ബസ്സിലൊക്കെ എത്ര ആളുകളൊക്കെ ഉണ്ടാവും. പല പല സ്ഥലങ്ങളിലേക്ക് വർക്കിന് പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, കോളേജിൽ പോകുന്നവർ. നാളൊക്കെ വെട്ടി തെളിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വളഞ്ഞ് വരികയാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അടിപൊളി ഒരു സ്ഥലമാണ്. അതുപോലെ നമ്മുടെ വിഷ്ണു ഇവിടെ സിനിമയൊക്കെ കണ്ട് ഉറങ്ങിപ്പോയി. നല്ല ഉറക്കമാണ് മൂപ്പർ. ഇനിയിപ്പോൾ നമ്മൾ വടകര എത്താറാകുമ്പോഴേക്കും എണീക്കുമായിരിക്കും. പുറത്തൊക്കെ മൊത്തം തെങ്ങിൻ തോപ്പിൻ്റെ കാഴ്ചകളാണ്. ഫുള്ളായിട്ട് തെങ്ങിൻ തോട്ടങ്ങളാണ് കേട്ടോ. ഇഷ്ടം പോലെ തെങ്ങുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണൊക്കെ നല്ല പൈസ ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നല്ല മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തലശ്ശേരി, മാഹി, വടകര അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. കണ്ണൂരൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി തിരക്കാണ്. നമ്മളെ വിഷ്ണു ഇപ്പോഴും ഉറക്കം തന്നെയാണ്. കണ്ണൂർ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ തലശ്ശേരി സ്റ്റേഷനിലെത്തിയിട്ടുണ്ടേ. ഇതേ ഇവിടെ കണ്ടോ, AC ഹാളൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ 30 രൂപ കൊടുക്കണം അതിലൊന്ന് വിശ്രമിക്കണമെങ്കിൽ. അപ്പം അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ അവസ്ഥ. പക്ഷെ മൊത്തത്തിലൊന്ന് അടിപൊളി മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെടിയൊക്കെ നട്ട് അടിപൊളിയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ നാടായ വടകരയിലെത്തിയിട്ടുണ്ട്. ഇതേ ഒരു ട്രെയിന് തൊട്ടപ്പുറത്തൂടെ വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഇനി നമുക്ക് നമ്മുടെ സല്ലാട്ടൻ വരണം. അപ്പോൾ ഞങ്ങളിത് വടകര എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കരുത് എന്നുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കണമെങ്കിൽ പെർമിഷൻ വേണം. അപ്പോൾ നമ്മുടെ വടകര റെയിൽവേ സ്റ്റേഷൻ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എയർപോർട്ട് ലുക്കിലാണുള്ളത്. എവിടെയൊക്കെ കണ്ടോ, മൊത്തം സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സനലാട്ടം വരണം. ഇനിയിപ്പോൾ മൂപ്പറെ വെയിറ്റ് ചെയ്യണം. അയാൾ കുറച്ച് ലേഗാണ്. ഇതേ ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല കിഡിലനാക്കി വെച്ചിട്ടുണ്ട്.
അത്യാവശ്യം നല്ല തിരക്കുള്ള സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ വടകര സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി വരുന്ന ആളുകളൊക്കെ കണ്ടോ, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതേ നല്ല പഴംപൊരിയും ലൈറ്റ് ചായയുമാണ് വാങ്ങിയത്. വിഷ്ണു നല്ല മുട്ടയും കൂട്ടി തട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സല്ലാട്ടം വരണം. സല്ലാട്ടം ഡ്രസ്സൊക്കെ എടുക്കുകയാണ് കേട്ടോ. നമ്മളിന്ന് നേരെ പോകുന്നത് നമ്മുടെ JCBയിൽ അച്ചുവിൻ്റെ വീട്ടിലോട്ടാണ്. കാരണം അച്ചുവിൻ്റെ കുട്ടികളുടെ പിറന്നാളാണ്. അപ്പോൾ വടകരയൊക്കെ അതേ നല്ല രീതിയിലുള്ള മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡൊക്കെ തിരക്കായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൺലാട്ടനെ കണ്ടു കിട്ടിയിട്ടുണ്ട്. ഇതാണ് സൺലാട്ടൻ്റെ വൈഫ്. അപ്പോൾ നമ്മൾ കല്യാണ സിൽക്കിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇഷ്ടംപോലെ ഡ്രസ്സ് എടുത്തിട്ട് നമ്മളിത് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വടകരയുള്ള ഗാലക്സി ഹൈപ്പർ മാർട്ടാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങി വടകര പുതിയ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. സൺലാട്ടൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സൺലാട്ടൻ്റെ വൈഫ് നിമ്മിയേച്ചി ഇവിടെ ഉണ്ട്. നമ്മുടെ വിഷ്ണു തൊട്ടപ്പുറത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ നിമ്മിയേച്ചിയുടെ ഫ്രണ്ടാണത്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പൊ കണ്ടോ, ഇതാണ് നമ്മുടെ വടകരയുള്ള ഇപ്പോൾ ഉള്ള അവസ്ഥ. ഒറ്റത്തൂണ് പാലമൊന്നുമല്ല, ഇഷ്ടംപോലെ തൂണുള്ള പാലാണ്. പക്ഷെ റോഡ് കണ്ടോ, ആഹാ, നല്ല മെയിൻ ടൗണിലുള്ള റോഡാണ്. നല്ല പളുങ്ക് പോലത്തെ റോഡ്. ഇതാകുമ്പം കുളവുമായി റോഡുമായി. കാലങ്ങളായിട്ട് നമ്മുടെ വടകര ഇപ്പം ഇങ്ങനെയാണുള്ളത്. നമ്മുടെ കാസർഗോഡൊക്കെ റോഡിലൂടെ വണ്ടി ചീറിപ്പാഞ്ഞു പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ വടകര നിങ്ങളൊന്ന് കാണണം. ഇതാണ് അവസ്ഥ. മൊത്തം കുണ്ടും കുഴിയൊക്കെയാണ്. അതേപോലെ ഈ പണിയൊക്കെ ഒന്നും ആയിട്ടില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. കാട്ടിക്കൂട്ടെന്ന് വെച്ചാൽ വർക്ക് തീരെ നീങ്ങുന്നില്ല. റോഡിലാണെങ്കിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അതേ അവസ്ഥയാണ്. ലിവീസിന്റെ ഷോപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബ്രാൻഡ് ഷോപ്പാണ്. പക്ഷെ ഇവിടെ ഒന്നും വണ്ടി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ കാര്യമായ കച്ചവടമൊന്നും അവിടെ ഉണ്ടായില്ല. അപ്പൊ നമ്മുടെ വടകരയുള്ള അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളെ വീഡിയോ എടുക്കുന്ന ഇമേജിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതെ, ചിരിച്ചിരിച്ച് മരിക്കുകയാണ്. അപ്പൊ കണ്ടോ, നമ്മുടെ നാഷണൽ ഹൈവേ ആണ് ഈ കാണുന്നത്. മൊത്തം കുണ്ടും കുഴിയാണ്. ഇതേ നമ്മുടെ ഇവിടെയൊക്കെ മൊത്തം ബ്ലോക്കാണ്. എടവടിയല്ല, തെരുവത്ത്, അടക്കാ തെരുവത്ത്. അതേപോലെ രണ്ട് സൈഡിലും ഇത് തന്നെയാണ് റോഡിന്റെ അവസ്ഥ. സർവീസ് റോഡ് കൂടെ ഇപ്പം വണ്ടി പോകുന്നുള്ളൂ. അപ്പോൾ റോഡ് മൊത്തം വടകര ടൗൺ മൊത്തം കുണ്ടും കുഴിയാണ്. നമ്മൾ ഇതുവഴി നല്ല ഷോട്ട് അടിച്ച് നേരെ എവിടെ പോകുന്നു? സനലാട്ടൻ്റെ വീട്ടിൽ പോകണം. എന്നിട്ട് വേണം നമുക്ക് അച്ചുവിൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ പോകുന്ന വഴി നമ്മളൊന്ന് വണ്ടി നിർത്തി. ദേ നിമ്മേച്ച് ഇവിടുന്ന് മീമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ സലാട്ടന്റെ വീട്ടില് നമ്മൾ നിമ്മേച്ചിനെ ഇറക്കി നമ്മൾ നേരെ അച്ചുവിന്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ നമ്മളിത് വടകര നിന്നും വടകര ചേലക്കാട് റോഡ് ഇങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ മൊത്തം പൊട്ടി പൊളിഞ്ഞിട്ടാണുള്ളത് കേട്ടോ. പക്ഷെങ്കിൽ ഈ റോഡിന്റെ വർക്ക് ഉണ്ട്. നമ്മുടെ കമ്പനി ആണ് ഇതിന്റെ വർക്ക് എടുക്കുന്നത്. ഇപ്പൊ ടെൻഡറൊക്കെ കിട്ടിയതാണ്. ഇനിയിപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് ഇവിടെ വർക്ക് തുടങ്ങും. അപ്പൊ ഇതാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ. ഇവിടെ ഇപ്പൊ മഴക്കാറ് നല്ല രീതിയിലുണ്ട്, പക്ഷെങ്കിൽ മഴയില്ല. അതെന്തോ നമ്മുടെ ഭാഗ്യം. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്. ഇത് നല്ല അടിപൊളി വയലൊക്കെ ഉള്ള സ്ഥലമാണ്. നമ്മളിപ്പോൾ ഏതാണ്ട് കുറ്റ്യാടി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം മഴക്കാറുള്ളത് കൊണ്ടാണ് വലിയ രീതിയിൽ വെളിച്ചമൊന്നും ഇല്ല.
എന്നാലും നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ്. അപ്പം നമ്മളെ നാട്ടിലുള്ള റോഡൊക്കെ ഇത് ഇങ്ങനെയാണ് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുണ്ടും കുഴിയൊക്കെയാണ്. പക്ഷെ നമ്മുടെ കാസർഗോഡ് ഓൾമോസ്റ്റ് എല്ലാ റോഡും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റോഡാണ്. അങ്ങോട്ട് അപ്പം നമ്മൾ ഏതാണ്ട് ഇതേ അച്ചുവിൻ്റെ വീട്ടിൽ എത്താറായിട്ടുണ്ട്. ഇപ്പം സമയം ഏതാണ്ട് ഉച്ച 12 മണിയായി. ഇനിയിപ്പോൾ 3 മണി നമ്മൾക്ക് വീണ്ടും നമ്മൾ വടകര എത്തണം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ട്രെയിൻ മിസ്സായി പോകും. മൊത്തം പച്ചപ്പ് നിറഞ്ഞ ഒരു വയൽ പ്രദേശത്തൂടെയാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെയൊക്കെ മൊത്തം കൃഷിയാണ്, തെങ്ങിൻ്റെതും കവുങ്ങിൻ്റെ ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ അച്ചുവിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ അച്ചുവിൻ്റെ വീട്. ഇനി വണ്ടി ഇവിടെ അങ്ങനെ സൈഡാക്കണം. നമ്മളെല്ലാ ടീം അംഗങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. JK അതുപോലെ തന്നെ എല്ലാവരും. ഒടുവിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ ജയകൃഷ്ണൻ നേരത്തെ തന്നെ ഇവിടെ എത്തിയാണ്. ഇത് മൊത്തം റബ്ബർ തോട്ടാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ അച്ചു ദേ ഇവിടെ നിൽപ്പുണ്ട്. ഇവന്റെ ഡ്രസ്സും കോലൊക്കെ കണ്ടാൽ ഇവന്റെ പിറന്നാളെന്ന് വിചാരിക്കും, പക്ഷെ ഇവന്റെ പിള്ളേരുടെ പിറന്നാളാണ്. നമ്മുടെ വീണ് കേട്ടോ. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇവിടെ വന്ന് നമ്മുടെ അച്ചുവിന്റെ കുഞ്ഞന്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. ഇനി നേരെ കാസർഗോഡേക്ക് തന്നെ പോകണം. അപ്പൊ ശരിയെന്നാ. അപ്പൊ നമ്മൾ അച്ചുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വടകര റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അവിടുന്ന് ട്രെയിൻ കയറി നേരെ വീണ്ടും കാസർഗോഡേക്ക് പോകണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൂടെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണിതേ. കണ്ടോ, ചെമ്മരത്തു എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടങ്ങ് പോകുന്നുണ്ടേ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മള് വടകര എത്തിയിട്ടുണ്ട്. വടകരയുള്ള അവസ്ഥ നിങ്ങളിപ്പോ കണ്ടോ. അതെ, മൊത്തം പണി തീരാണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ എപ്പോ കഴിയുന്നുള്ളൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല. കാരണം കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇപ്പൊ നമ്മുടെ എല്ലാ ആളുകളും, വടകരയുള്ള എല്ലാ ആളുകളും ദുരിതത്തിലാണ് ഇടയ്ക്ക് പറഞ്ഞത്. കാരണം മൊത്തം ഇവിടെ കണ്ടോ, മൊത്തം ഫുൾ കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയാണ്. വാഗാടിന്റെ വണ്ടിയൊക്കെ ഇവിടെ കാണുന്നുണ്ട്. വളരെ മോശമാണെന്ന് വെച്ചാൽ വളരെ മോശം അഭിപ്രായമാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് വാഗാടിനോട്. കാരണം ഫസ്റ്റ് ഞങ്ങൾ കാസർഗോഡ് വരുമ്പോട്ട് ഇവിടെ വർക്ക് തുടങ്ങിയിരുന്നു. ഇപ്പോഴും ഒന്നും ആയില്ല. കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം ഡ്രെയിനേജിന്റെ പണിയെല്ലാം മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. നമ്മളെന്തായാലും ഇതുവഴി കയറി പോന്നിട്ടുണ്ട്.